5 രൂപ തരാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാന് ഇവിടെ വെച്ച് അടിയും ബഹളവും ഒരു കത്തിക്കുത്തുണ്ടായിരുന്നു. അല്ല കത്തി എവിടെയെങ്കിലും എന്തേലും ഒന്ന് ചെയ്യാമോ? അണ്ണ ഇതൊന്ന് കൊണ്ടുപോവാം. അണ്ണ ഞാൻ പൈസ തരാം. അണ്ണ പൈസ തരാം. അണ്ണ ഒന്ന് രക്ഷിക്കണ്ണ. നിനക്ക് പ്രാന്താളടാ പന്നി. ഓടിക്കോ പ്രേമ പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയറിയില്ലാന്ന്. ഹലോ മച്ചമറിയാൻ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് സ്വാഗതം. മച്ചമറേ, നമ്മൾ ഒരുപാട് നാള് ശേഷം നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പോകണം. ഇനി കുറച്ച് നാളത്തേക്ക് കാര്യം എല്ലാവരും പറയാൻ തുടങ്ങി എപ്പോഴും ഇത് തന്നെ ചെയ്യാം, നമുക്ക് പബ്ലിക്കിലേക്ക് കുറച്ച് വെറൈറ്റി ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു സർപ്രൈസ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാറുണ്ട്. അത് ഈ എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ മച്ചമറേ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാങ്ക് മാത്രമല്ല, ഒരു പബ്ലിക് ഒപ്പീനിയനും കൂടാ. ഒരു ക്രൈം ചെയ്തൊരു വ്യക്തി അല്ലെങ്കിൽ ആ ക്രൈമിൽ അറിയാതെ ഒന്ന് പെട്ടു ഒരു വ്യക്തി, അവൻ്റെ കയ്യിൽ ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പബ്ലിക്കിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പബ്ലിക് റിയാക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ കത്തിയായിരിക്കുന്നത്. ആ കത്തിയും കൊണ്ട് നമ്മൾ ചെല്ലും ഒരു ക്രൈം സീനിലാന്ന് പറഞ്ഞ്. ആ ക്രൈം സീനിലാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ആൾക്കാരെ ഇത് ഏൽപ്പിക്കാൻ പോകുമ്പോൾ അവർ എന്ത് റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് പ്രാങ്ക് മാത്രമല്ല, ഇതൊരു പബ്ലിക് ഒപ്പീനിയനും കൂടെ. ഇനി ഇതുപോലെ ഡിഫറെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കൊരു സെക്കൻഡറി ചാനലുണ്ട്, KL എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇനി വ്ളോഗ്സും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് വരാൻ പോവാണ്. അത് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കാണും. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി പ്രാങ്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിളിക്കാവുന്നതാണ്. നമ്മൾ എവിടെയാണെങ്കിലും വന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും. പ്രാങ്ക് ചെയ്യാൻ പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എത്ര രൂപയാവും? അങ്ങനെ പ്രത്യേകിച്ച് പൈസ നമ്മൾ എക്സ്ട്രാ ഒന്നും വാങ്ങാറില്ല. നമ്മൾ വാങ്ങുന്നതെന്ന് വെച്ചാൽ പെട്രോൾ എക്സ്പെൻസ് ആയിരിക്കും. പെട്രോൾ എക്സ്പെൻസ് വാങ്ങി നമ്മൾ പ്രാങ്ക് ചെയ്യാറുണ്ട്. അത് വളരെ തുച്ഛമായൊരു പൈസയെ വരത്തുള്ളൂ, വലിയ പൈസയൊന്നും വരത്തില്ല. അപ്പം പൈസ ആയതുകൊണ്ട് ആരും വിളിക്കാതൊന്നും ചിന്തിക്കൊന്നും വേണ്ട, നമുക്ക് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണണം. ഇനി വെറൈറ്റി കണ്ടന്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അമ്മ ഒരു സഹായം ചെയ്യാമോ? ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് വെച്ച് ഒരുത്തനൊരു അടിയായി, കത്തിക്കുത്തുണ്ടായി. കുത്തിയ കത്തി ഇതൊന്ന് ഇവിടെ ഒന്ന് വെച്ചേക്കാവോ? ഞാൻ വന്ന് എടുത്തോളാം. ഒളിച്ചു വെച്ചേ പൊക്കുവോ? എന്നെ പോലീസ് പുറകിലുണ്ട്. ഒളിപ്പിച്ചിരുന്ന കുഴപ്പം. ഓ ശരി മാമ. മാമ ഇവിടെ ഉള്ളതല്ലേ? ഓ പൊക്കുവോ മാമ കുത്തി കഴിഞ്ഞാ? ഓ എവിടെ? ഇവിടെ വെക്കല്ലേ? ഓ മാമ, ഞാൻ ഒരു ലോട്ടറി എടുക്കാം, ഒരു ഉപകാരം ചെയ്യാമോ? അമ്മ, ഞാൻ ഇവിടെ ഒരടി കിടന്നൊരു കത്തിക്കുത്തുണ്ടായി. അപ്പൊ ഞാൻ കുത്തിയപ്പോ അവര് പള്ളക്ക് കയറിപ്പോയി. മാമ ഇതൊന്ന് ബാഗിൽ ഒളിപ്പിക്കാമോ? ഞാൻ വന്ന് മേടിച്ചോളാം. ആ ചെറിയൊരു അടി, ഞാൻ ഇവിടെ ഉള്ളതല്ല, ഒന്ന് സഹായിക്കാം. കത്തിക്കുത്തായ കത്തി ഞാൻ ഒളിപ്പിക്കണം. അമ്മ ഇതൊന്ന് ബാഗിൽ വെച്ചിരുന്നാ മതി, ഞാൻ വന്ന് മേടിച്ചോളാം. കയ്യിൽ പോലീസ് എന്തെങ്കിലും പൊക്കൊണ്ട് കുഴപ്പമൊന്നും അതങ്ങനെ ചോദിക്കത്തുമില്ല. അല്ലേ, ഞാൻ അവിടുന്ന് ഓടിയൊക്കെ വന്നയാ. എന്തോ എവിടെ സ്ഥലം? എന്റെ അഞ്ചല സ്ഥലം. അഞ്ചലം? ഓ, ഞാൻ ദീപാവലിക്ക് ഇവിടെ കമ്പനിക്കാരുടെ വീട്ടിൽ വന്നതാ. അന്നുണ്ട 2 ദിവസമായിട്ട് ഒളിവിലായിരുന്നു. മാമ ഇതൊന്ന് വെച്ചേക്കാവോ? മാമ ഒരു മിനിറ്റ് നിൽക്കാം മാമ. അമ്മ ഒരു മിനിറ്റ് കാര്യം പറഞ്ഞോട്ടെ. അമ്മ ഒരു മിനിറ്റ് നിൽക്കാം. ആമാ, ഒരു കാര്യം ചെയ്യാമോ? ഈ ഇവിടെ വെച്ച് ഇന്നലെ രാത്രി ഒരു അടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു കുത്തിയ സമയം, അപ്പൊ ഞാനൊരു പയ്യനെ കുത്തിയ കത്തി ചെയ്ത് അതിന്റെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാം. വീട്ടിൽ കൊണ്ടുപോയി കരക്കത്തിയായിട്ട് ഉപയോഗിക്കാവോ? എനിക്ക്
എന്നാ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോ ഒരു കാര്യം അതല്ല ഒരു കാര്യം പറഞ്ഞോണ്ടാ ആൾക്കാർ എസ്കേപ്പ് ആയിരിക്കുകയാണ് മച്ചാ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പേ ഞാൻ ഒരു വേറൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ഈ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ വിൻ ചെയ്യാൻ പറ്റും ഭയങ്കര പാടുന്നത് പക്ഷേ ഇപ്പോൾ അത് വളരെ ഈസിയായി കാര്യം അമാൻ ഏവിയേറ്ററിൻ്റെ ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഈ ഏവിയേറ്റർ ഗെയിം എടുക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു 1000 രൂപ ഇടുക എന്നിട്ട് ഇതിനകത്ത് ഫസ്റ്റ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 4x പ്രൊഡിക്ഷൻ കിടക്കുന്നത് 4x നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ എന്നിട്ട് റൺ ചെയ്യിക്കുകയാണ് ഓക്കെ നമുക്ക് നോക്കാം യെസ് ആയിട്ടുണ്ട് 4.84 നമ്മൾ ഫസ്റ്റ് പ്രൊഡിക്ഷൻ ഇട്ടത് അത് കറക്റ്റ് നമ്മൾ ഫ്രീ അവേ ആയ സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് 1000 രൂപ ക്യാഷ് കിട്ടിയിരിക്കുകയാണ് യെസ് നമ്മൾ വിൻ ചെയ്തായിരുന്നു അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഒന്നുകൂടെ നമ്മൾ ഈ 1000 രൂപ ഒന്നുകൂടി ഇട്ട് കളിക്കാൻ പോവാണ് അപ്പം വളരെ റിസ്ക്കിയാണ് അതിന് എത്രത്തോളം നമുക്ക് വിജയസാധ്യത ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്കൊന്ന് ഇട്ട് കളിച്ച് നോക്കാം അതിന് നമ്മൾ ഇടാൻ പോകുന്നത് 3x ആണ് 3.09x നമ്മൾ കളിക്കാൻ പോവാണ് ഓക്കെ പോട്ടെ 3.09x നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആ ടൈം ആകുമ്പോൾ നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്യണം ക്യാഷ് ഔട്ട് ചെയ്യാറായി ഓക്കെ 3.09 ഓക്കെ ക്യാഷ് ഔട്ട് യെസ് കറക്റ്റ് നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ക്യാഷ് ഔട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ തന്നെ അല്ലേ നമ്മൾ ടോട്ടലിൽ 2000 രൂപ ഇട്ടു എന്നിട്ട് നമുക്കിപ്പോൾ കറക്റ്റ് 4 ഇരട്ടിയും 3 ഇരട്ടിയായിട്ട് 8000 രൂപ നമ്മൾ ഇതിൽ നിന്ന് ക്യാഷ് ഔട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ പൈസ വെച്ച് കളിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിയാമെങ്കിൽ മാത്രം സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത ഉള്ളതും കൂടിയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അമാൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ചെന്ന് ഐ ആം ഫ്രം കെയിൽ പ്രാങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഈ സോഫ്റ്റ്വെയർ തരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സബ്സ്ക്രൈബും ചെയ്യുക സോ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് മാത്രം കളിക്കുക സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട് ഓക്കെ ഗായ്സ് ഗുഡ് ലക്ക് അതപ്പുറത്തേക്ക് എന്നെ അറിയാം ഓർമ്മയില്ലേ ഞാൻ ഈ കെയിൽ പ്രാങ്ക് എന്ന് പറഞ്ഞ ചാനലിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നു യൂട്യൂബിൽ അമ്മ കേട്ടില്ല പ്രാങ്ക് കേട്ടോ ചെയ്യട്ടെ അതെന്താന്നറിയമ്മ ഞങ്ങള് അമ്മ ഇവിടെ ഉള്ളതല്ലേ ഇവിടെ ഉള്ളതല്ലേ താമസം ഓ ഇവിടെ വൈകുന്നേര സമയങ്ങളില് ഇന്നലെ വൈകുന്നേര സമയത്തൊരു അടിയുണ്ടായി എനിക്ക് ഇവനെ കണ്ടു പരിചയമുണ്ട് ഒരു കത്തിക്കുത്തുണ്ടായമ്മ അപ്പൊ ഞങ്ങൾ ഇന്നലെ ഉണ്ടായ സമയത്ത് ഞാൻ ഒരുത്തനെ കുത്തേണ്ടി വന്ന് ഇതൊന്ന് അമ്മ ഇതങ്ങ് വീട്ടിൽ കൊണ്ടുപോകും അമ്മ കരക്കത്തേക്ക് വരെ എനിക്ക് പേടിയാകട്ടെ ചേച്ചി നാട്ടുകാരിയാണോ അല്ലല്ലേ ഒരു ചേച്ചി ഒരു സഹായം ചെയ്യാം ഞങ്ങള് ഇന്നലെ ഇവിടെ വന്നതാണ് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇവിടെ ഒരു അടിയും ബഹളവും ഒക്കെ നടന്നു അപ്പൊ ഒരു അണ്ണൻ കൊണ്ട് എന്റെ കയ്യില് അവര് ഒരു കത്തി വെച്ചിട്ട് അങ്ങ് ഓടി അല്ല പേടി ഞാൻ ഒന്നും ചെയ്തില്ല ചേച്ചി ഇതെന്തോ ചെയ്യുന് അവരെന്റെ തന്നിട്ട് അങ്ങ് ഓടിപ്പോയി ഞാൻ കളഞ്ഞേക്കട്ടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലോന്ന് പറഞ്ഞു പോയി പറയട്ടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയട്ടെ സത്യം ഞാൻ എന്റെ ഫിംഗർ പ്രിന്റ് പോലും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പോയി അല്ല എനിക്ക് പേടി എനിക്ക് ഭയങ്കര പേടി ഞാൻ ഇന്നലെ ഇവിടൊക്കെ ഇതും കൊണ്ട് നടക്കും എനിക്ക് പേടി കാരണം ഇന്നലെ ഒരു സന്ധ്യ ടൈമില്ല ഞാൻ ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമായിരുന്നു അവിടെ വെച്ച പ്രശ്നം നടക്കുന്നത്
എന്നിട്ട് അവര് എന്തോ കൂട്ടുകാർ തമ്മിലുണ്ടായ വാക്ക് കേൾക്കോ എന്നെ കുത്തിയിട്ട് എന്റെ തന്നിട്ട് അയാളങ്ങ് ഓടി. ഞാൻ ഇതും കൊണ്ട് ഞാനും ഓടി. മതിയായിരുന്നു. ഇതിപ്പോ എന്റെ ലൈഫ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കട്ടെ. ഇവിടെ അടുത്ത സ്റ്റേഷനുണ്ട്. ആന്നല്ലേ, കളഞ്ഞിട്ടങ്ങ് പോവല്ലേ. അമ്മച്ചി വീട്ടിൽ കറിക്കത്തിയൊക്കെ ഉണ്ടോ? ഓ, എനിക്ക് ഇന്നലെ ഇവിടെ കിടന്നൊരു ഒരു കത്തി കിട്ടിയായിരുന്നു. അത് രണ്ടുപേരും അമ്മയെ അടിയുണ്ടായി. ആ സമയത്ത് ഒരാള് വരഞ്ഞിട്ടിട്ട് ഓടിയതാ. ഇത് വിൽക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? അമ്മച്ചിക്ക് വേണം. അമ്മച്ചി എന്നാ അമ്മച്ചിയും കൊണ്ട് കളഞ്ഞേക്കാൻ വരും. അമ്മ ഇന്നലെ ഒരു കുത്തേസ് ഇവിടെ ഉണ്ടായി. കുത്തേസ് ഇന്നലെ ഇവിടെ നടന്നായിരുന്നു. അപ്പൊ അതിലെ കത്തി വേണ്ടേ സ്റ്റേഷനിൽ കൊണ്ടങ്ങ് കൊടുത്താലോ? ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ദൂരെ നിന്ന് കാണുമായിരുന്നു. അല്ല, ഇത് ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കാനായിട്ട് എടുക്കരുതായിരുന്നില്ലേ? ഇനിയിപ്പൊ അങ്ങ് എന്ത് ചെയ്യാനാ കളൻ? അല്ല നമുക്കേ അല്ല ഞാൻ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചാലൊന്നും കുഴപ്പമില്ലല്ലോ. അതെന്തിനാ എടുക്കാൻ പോയ? എന്തിനാ വെറുതെ ആരും കണ്ടില്ല. വീട്ടിൽ അമ്മൂമ്മ ഉണ്ട്, അങ്ങോട്ട് കൊടുക്കട്ടില്ലേ? എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പം മുറിക്കാല്ലോ. അമ്മൂമ്മ ഈ പ്രാങ്ക് ഒക്കെ എന്തെന്നറിയാം അമ്മൂമ്മക്ക്? നമ്മള് പണ്ട് സൂര്യ ടിവിയിലേ തരികിട പരിപാടി എന്നുള്ള പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? അതിനൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടോ? അയ്യോ, മാമന്റെ അടുത്ത് പറയാൻ പറ്റില്ല, മാമൻ ഓടിപ്പോയി കളഞ്ഞ്. അമ്മ ഒരു ഹായ് പറഞ്ഞേക്ക്. ഒരു ഹായ് പറഞ്ഞേക്ക്. വരും സംരക്ഷണം നാളെ രാവിലെ 10 മണിക്ക് ഇത് വരും. ഓ, യൂട്യൂബ് ചാനലിൽ കാണാം. ഞാൻ പേടിച്ചു പോയമ്മ, എന്നെ പേടിപ്പിച്ചിട്ടിരിക്കുവാ. അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ കളഞ്ഞിട്ട് പോവാൻ പറഞ്ഞു. ഇതൊരു നമ്മളീ സമൂഹത്തിനടുത്ത് അമ്മ ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയും. അതായത് ഇങ്ങനൊക്കെ ഒരാളൊരു ക്രൈം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സമൂഹം അതിനെ എടുക്കുന്ന കാഴ്ചപ്പാട്. അതാ ചെയ്തില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അവൻ കുറ്റക്കാരനല്ല. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു നിരപരാധി ഇങ്ങനെ. ഓ, ശരി അമ്മ, താങ്ക് യു. സൂര്യ ടി വി അല്ല അമ്മ, ഇത് യൂട്യൂബ് ചാനലല്ലേ വരുന്നത്. അമ്മ ഒരു കാര്യം പറയട്ടെ, ഞാൻ ശരിക്കും കുത്തിയൊന്നുമില്ല കേട്ടാ. നമ്മുടെ പണ്ടത്തെ സൂര്യ ടി വിയിലേ തരികിട പരിപാടി ഉണ്ടോ? ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ക്യാമറ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേക്കോ അമ്മ. ഹായ് പറഞ്ഞേക്ക്. അവന്റെ പേരെന്താ? പോട്ടെ പോട്ടെ. അപ്പൊ ഗൈസ്, മാമ പറഞ്ഞ് ഒളിപ്പിച്ച് വെക്കാനത് ഇയാളെന്ത് പിടിപ്പിച്ചപ്പോ നമുക്ക് അടുത്ത് നോക്കാം. അമ്മ വരൂ. ഉണ്ടേ നമ്മുടെ ഈ സൂര്യ ടിവിയിലെ തരികിട പരിപാടി ഉണ്ടല്ലോ. എന്തൊരു പ്രോഗ്രാം. ക്യാമറ ഇരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. അമ്മ ക്യാമറ ഇരിക്കുന്നതാണ്. ഒരു ഹായ് പറഞ്ഞേക്കാം. എന്തോമാ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അടിയോ ഉണ്ടായി. ഞങ്ങൾ കയറിയില്ല, നമ്മുടെ ഒരു ബന്ധുവായിരുന്നു. വിശ്വസില്ലേ? ചേട്ടന്റെ ക്യാമറ ആയിരുന്നല്ലേ അത്? അതെ, ഞാൻ നേരത്തെ കണ്ടായിരുന്നല്ലേ. ഇത് കേൽ പ്രാങ്ക് എന്ന് പറയും, യൂട്യൂബിലൊക്കെ ചെയ്യുന്ന. ചേച്ചി, പിന്നെ ഈ പ്രാങ്ക് ഷോസ് ഒക്കെ കാണോ? അതായത് നമ്മുടെ ഈ സൂര്യ ടി വിയിലെ തരികിട പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? അങ്ങനെ പരിപാടിയായിരുന്നു. ക്യാമറ ഇരിക്കുന്നുണ്ടോ അവിടെ? ഒരു ഹായ് അടിച്ചേക്ക്.
ഇതൊരു പ്രോഗ്രാം ആയിരുന്നു, ഒരു ഹായ് കേട്ടോ. ഞങ്ങളിതൊരു ഇതൊരു പബ്ലിക് ഒപ്പീനിയനും കൂടാ. ഒരു ക്രൈം നടന്നല്ലെങ്കിൽ ഇങ്ങനെ ഒരാള് സമൂഹത്തിൽ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള പ്രതികരണം? അതാണ് അതാണ്. ഓക്കെ, പക്ഷെ ചേച്ചി നല്ലൊരു, ഞാൻ ഇത്രയും ചെയ്തതിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞ ചേച്ചിയാ. എല്ലാരും പറഞ്ഞത് ഒരാൾ പേടിച്ചു പോയി, ഒരാൾ ഒളിപ്പിക്കാൻ പറഞ്ഞ്, ചേച്ചി പറഞ്ഞ കളഞ്ഞിട്ടങ്ങ് പൊക്കോ. കളഞ്ഞിട്ട് പോകണമെന്ന് വെച്ചാൽ എന്റെ ഇതായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്നത് കളഞ്ഞിട്ട് പോവുക. കാരണം നമ്മൾ ഇതിന്റെ കൂടെ പോയാൽ നമ്മളെ അടുത്ത് പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെല്ലാം വരും. അതാ പിന്നെ ഇതിന്റെ പുറകിലുള്ള അനാവശ്യ വള്ളികൾ ഞാൻ പേടിച്ചത്. കാരണം ഈ കഥ എന്നൊക്കെ പറയുമ്പോഴേ കേസുകളൊക്കെ ആകുമ്പോഴത്തേനെ ശരിയാ, നമുക്കത് പ്രശ്നമാണ്. നല്ലൊരു അഭിപ്രായം ചേച്ചി രേഖപ്പെടുത്തിട്ടോ. താങ്ക് യു. ചേച്ചിയുടെ പേരെന്നാ? തുഷാര ചേച്ചി നല്ലൊരു അഭിപ്രായം നമുക്ക് തന്നേക്കുന്ന കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടില്ലേ, നമ്മളിതൊരു പ്രാങ്ക് മാത്രമല്ല, ഒരു പബ്ലിക് ഒപ്പീനിയൻ കൂടാണ്. അതായത് ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്യാത്തൊരു വ്യക്തി ആ ക്രൈം സ്പോട്ടിലുള്ള ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഒരു നിരപരാധിയായിട്ട് അവിടെ എത്തിയെന്ന് വെച്ചോ, എന്തായിരിക്കും നമ്മുടെ സമൂഹം അതിനെ കാണുന്നത്? പലരും പേടിച്ചോടി ഏതെങ്കിലും, നമ്മുടെ സമൂഹം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. കാര്യം ഒരുത്തനെ പിടിച്ചു കൊടുക്കണമെന്ന് ആരും ചിന്തിച്ചില്ല. അപ്പോൾ ആരും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകണം, എസ്കേപ്പ് ആവണോ എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് ഒരു പബ്ലിക്കിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ, ഇതൊക്കെ ഉള്ള ഇനി നമ്മൾ പച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങും. പബ്ലിക് ഒപ്പീനിയനും പബ്ലിക്കും ഇതായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങും. എല്ലാ ആഴ്ചയും 2 എപ്പിസോഡുകൾ വെച്ച് കാണും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ ലാഗായെന്നുള്ള അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫുൾ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. അതിന് നിങ്ങൾക്കൊരു സർപ്രൈസും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കൂടെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ മച്ചാന്മാരെ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ഇതുപോലുള്ള പ്രാങ്കുകൾ നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആരെ വേണമെങ്കിൽ നമുക്ക് പറ്റിക്കാം, എവിടെ വന്നുണ്ടെങ്കിൽ പറ്റിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ.